إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم على آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ബഖറ 216 അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു കുത്തിബ അലൈക്കുമുൽ ഖിതാൽ യുദ്ധം നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു അതായത് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു വഹുവ ഖുറുഹുൻ ലക്കും അത് നിങ്ങൾക്ക് വെറുപ്പാണ് കാരണം നിങ്ങൾ വെറുക്കുന്ന ഒരു സംഗതിയാണ് കാരണം ആരും തന്നെ യുദ്ധം അങ്ങനെ ഇഷ്ടപ്പെടുന്ന സംഗതിയല്ലല്ലോ ഒരു കാര്യം നിങ്ങൾ വെറുക്കുന്നു നിങ്ങൾ ഒരു കാര്യത്തെ വെറുക്കുന്നതായേക്കാം പക്ഷെ അതാണെങ്കിലോ നിങ്ങൾക്ക് ഖൈറായി നന്മയായി ഭവിക്കുകയും ചെയ്തേക്കാം. നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യത്തിൽ സത്യത്തിൽ അതിൽ ഖൈറുണ്ടായേക്കാം, നന്മയുണ്ടായേക്കാം. കാരണം അത് നിങ്ങൾക്കറിയില്ല, അതിന് കൃത്യമായി അറിയുന്നവൻ അള്ളാഹുവാകുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങളൊരു കാര്യത്തെ ഇഷ്ടപ്പെടുന്നവരായേക്കാം, അത് നിങ്ങൾക്ക് ഷർറായേക്കാം, അത് നിങ്ങൾക്ക് ദോഷകരമായേക്കാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ദോഷകരമായേക്കാം എന്നാണല്ലോ പറയുന്നത്. വല്ലാഹു യഅലമു, നിശ്ചയം അല്ലാഹു അറിയുന്നു. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ആകെ പൊരുൾ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം അവർക്ക് നിർബന്ധമാക്കുന്നു അല്ലെങ്കിൽ നിയമമാക്കുന്നു. ആ സമയത്ത് എല്ലാവരും ഒരേപോലെയല്ല, അവരുടെ ഈമാനും വിശ്വാസവും ഒരേപോലെയല്ലല്ലോ. ചിലർക്ക് സ്വാഭാവികമായിട്ടും അതിനോട് വെറുപ്പുണ്ടാകാം, കാരണം യുദ്ധത്തിൽ മരണപ്പെടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് അതിന് വെറുപ്പുണ്ടാകാനുള്ള പ്രധാന കാരണം. പക്ഷെ അള്ള ശേഷം വിശദീകരിച്ച് നോക്കൂ, നിങ്ങൾക്ക് വെറുപ്പുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അതിന്റെ പിന്നിൽ ഖൈർ, നന്മ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിന്റെ പിന്നിൽ ഷർറ്, അതായത് ദോഷബാധ ഒളിഞ്ഞിരിപ്പുണ്ടായേക്കാം. നിങ്ങൾക്കതിനെപ്പറ്റി കൃത്യമായ അറിവോ വിവരമോ ഇല്ല. അതിനെപ്പറ്റി യഥാർത്ഥത്തിൽ അറിയുന്നത് അള്ളാഹുവിന് മാത്രമാകുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം നിങ്ങൾ നോക്കൂ, യുദ്ധത്തിൽ ഷഹീദായ ഒരു ശുഹദായിന്റെ കാര്യം എന്താണ്? അയാൾക്ക് സ്വർഗം ഉറപ്പായി ലഭിക്കുന്നതാണ്, ഉന്നതമായ ശാശ്വതമായ വിജയം അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ്. ഇതൊന്നും പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് പലർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല എന്നൊക്കെയാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.